ജസ്ന സലീം അങ്ങനെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഗായ്സ്. 2 ദിവസം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കൃഷ്ണന് പായസം കൊടുത്ത് വിവാദം ഉണ്ടാക്കിയ ആളാണ്. ഇപ്പൊ അതാ വീണ്ടും അടുത്ത വിവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തവണ ജസ്ന താത്ത വിവാദം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നബിദിനത്തിന് പുള്ളിക്കാരിക്ക് പള്ളിയിൽ നിന്ന് ചോറ് കൊടുത്തില്ല, അതാണ് പ്രശ്നം. അതും പറഞ്ഞുകൊണ്ടാണ് ആൾ ഇപ്പൊ പുതിയ വീഡിയോ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവൾക്ക് ഈ മതലഹളകളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടൂല എന്ന് തോന്നുന്നു. വല്ലാത്തൊരു പെണ്ണിഷ്ടം. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ജസ്ന സലീം ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. പണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വരച്ച് ഫേമസ് ആയ ആള് തന്നെ. പണ്ട് നമ്മൾ ഇവിടെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ പിന്നീട് പോകെ ഇവളുടെ ഓരോ പ്രവൃത്തികളും അംഗീകരിക്കാൻ പറ്റാതായതോടെയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ഇവൾക്കെതിരെ വീഡിയോകൾ ഇടാൻ തുടങ്ങിയത്. എന്തായാലും നബിദിനത്തിന് ചോറ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജസ്ന സലീമിന്റെ പുതിയ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. എല്ലാവർക്കും നബിദിനത്തിന്റെയും ഓണത്തിന്റെയും ആശംസകൾ നേരുന്നു. ഇപ്പം നബിദിനായിട്ട് എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇപ്പം അറിഞ്ഞതോണം നമുക്ക് എല്ലാവർക്കും ഒരു മിനിറ്റ് എവിടെ പെരുന്നാൾക്കൊക്കെ വലിയൊരുന്നാളിനൊക്കെ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഇനിയിപ്പം ചെറിയ പെരുന്നാൾ നോമ്പിന്റെ സമയത്താണെങ്കിലും ചിലരുടെയൊക്കെ വകയായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലെ പോലെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങളെ മറന്നുപോയതായിരിക്കാം. മേ ബി ഇനി എന്തോ ഏതോ എനിക്കറിയില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു നോമ്പിന്റെ സമയത്താണെങ്കിലും ഒരു പെരുന്നാളിന്റെ സമയത്താണെങ്കിലും ഒരു നബിദിനത്തിന്റെ സമയത്താണെങ്കിലും എല്ലാ വീട്ടിലും കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും തരാറില്ല. ഞങ്ങൾ മാത്രം ഈ ഏരിയയിൽ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ചോറും കൊണ്ട് പോകുന്ന നമുക്ക് എൻ്റെ മോനൊക്കെ പള്ളിയിൽ പോയാൽ ഒരിക്കലും മദ്രസയിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതേപോലെ പള്ളിയിൽ പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് എൻ്റെ മകനെ ഞാൻ ഇവിടെ പള്ളിയിൽ പറഞ്ഞേക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഹാപ്പി ഓണം ലാമി. ഇന്ന് നബിദിനവും കൂടിയായിരുന്നടാ, അതാ പറയുന്നത്. അപ്പം വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം ഉമ്മയും ഏട്ടത്തിയൊക്കെ വിളിച്ച സമയത്ത് ഏട്ടത്തി പറഞ്ഞു അവിടെ മഞ്ഞച്ചോറും കറിയാണ്, ഉമ്മ പറഞ്ഞു നെയ്ച്ചോറും ബീഫും ആണ്. ഈ ഞങ്ങളുടെ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് വീട്ടിലോട്ട് തന്നില്ല, സ്വാഭാവികം, കുഴപ്പമില്ല. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചിത്രം വരച്ചതിന്റെ പേരിലാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങള് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ നീ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. നീ ഭഗവാൻ കൃഷ്ണന്റെ ചിത്രം വരച്ചൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. നീ അത് മുതലാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് നീ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ഓരോരോ പ്രശ്നങ്ങൾ അതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല മോളെ. ഞാൻ അതിലേക്കൊന്നും വീണ്ടും കടക്കുന്നില്ല. പറഞ്ഞെന്നെ പറയാൻ എനിക്ക് തന്നെ ചടപ്പാവണം. എനിക്ക് തോന്നുന്നു ഇവളുടെ സ്വഭാവം കൊണ്ട് തന്നെ അവളെ മഹലിൽ നിന്ന് പുറത്താക്കി കാണും. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാൻ ഇനി തൊട്ട് മുസ്ലിം അല്ല, എനിക്കിനി തട്ടം വേണ്ടെന്നൊക്കെ പറഞ്ഞ് തട്ട് മൂരി കളഞ്ഞ് ഇവിടെ വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതൊക്കെ ഈ പറയുന്ന മഹലിത്തെ ആൾക്കാർ കണ്ടു കാണും. സ്വാഭാവികമായിട്ടും അതിനേശം അവളെ മഹലിൽ നിന്ന് പുറത്താക്കി കാണും. കാരണം ഞാൻ മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിച്ച ഒരാൾ എന്തായാലും മഹലിൽ നിലനിർത്തൂലല്ലോ, ഉറപ്പായിട്ടും പുറത്താക്കും. അങ്ങനെ മഹലിൽ നിന്ന് പുറത്താക്കിയ ആൾക്ക് എന്തായാലും നബിദിന ചോറും കിട്ടൂലല്ലോ. അതായിരിക്കും ഇവിടെ ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ജസ്നയുടെ മഹല് കമ്മിറ്റിക്കാർ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് തട്ടൂരി കളഞ്ഞൊരു പെണ്ണിന് മഹലിന്റെ ആനുകൂല്യങ്ങൾ നൽകേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. എന്തായാലും കഴിഞ്ഞ 2-3 വർഷമായി മഹലിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം തനിക്ക് കിട്ടിയിരുന്നെന്നായിരുന്നല്ലോ ജസ്ന ഇപ്പൊ പറയുന്നത്. ആ ആനുകൂല്യങ്ങൾ ഇപ്പം കിട്ടാതായതിന്റെ കാരണം എന്താണെന്നുള്ളത് ജസ്ന നീയായിട്ട് തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം കൊണ്ടാണ് നിനക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടാതായി പോയത്. അല്ലാതെ നീ കൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചതിനെ കൊണ്ടൊന്നല്ല. എന്ത് പറഞ്ഞാലും നേരെ കൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കോളും. കൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചതുകൊണ്ട് എനിക്ക് അതുണ്ടായി ഇതുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഇവള് പറയുന്നതാണ് കൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചുകൊണ്ട് എന്നെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഇനി പള്ളിയിൽ നിന്ന് നബിദിനത്തിന് ചോറ് കിട്ടിയില്ലെങ്കിൽ ഇവള് തന്നെയാണ് ഡയലോഗ് അടിക്കുന്നത്. കൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചുകൊണ്ട് എനിക്ക് പള്ളിയിൽ നിന്ന് ചോറ് നില പോലും. ഇവളൊക്കെ ഉണ്ടല്ലോ. ഇതൊരു ബാക്കി പറ. അപ്പം നബിദിനത്തിനൊക്കെ എല്ലാ കുട്ടികളും റാലിയിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുത്ത സമയത്തും എൻ്റെ മക്കൾക്ക് ഈ യോഗഭാഗ്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. ഒരുപാട് വിഷമമുണ്ട് അതിൽ. വിഷമിച്ചിട്ടും കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ചിത്രവര എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലിയാണ്. അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ഉസ്താദുമാർ
എത്ര ആൾക്കാർ പ്രഭാഷണം നടത്തുന്നുണ്ട് യൂട്യൂബ് മുഖാന്തരം. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഹലാലാണോ? അങ്ങനെ പറയല്ല കേട്ടോ, മതം പറയല്ല കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വിഷമം ആയപ്പം ജസ്റ്റ് എനിക്ക് പങ്കുവെക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ നിനക്ക് വിഷമം പങ്കുവെക്കാൻ ആരുമില്ലേ? നിന്റെ ചുറ്റിലും കുറെ പേരുണ്ടല്ലോ. നിന്റെ ഭർത്താവ് സലീമും പിന്നെ നീ എപ്പോഴും കൊണ്ട് നടക്കുന്ന നിന്റെ അരുണേട്ടനും ഉണ്ടല്ലോ. അവരൊക്കെ എവിടെ പോയി? നിനക്ക് അവരോടൊന്നും വിഷമം പറയാനില്ലേ? ഇനിയിപ്പോ നിനക്ക് വിഷമം പറയാൻ പെണ്ണുങ്ങൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? നേരത്തെ വിളിച്ച് ചോറിന്റെ കഥയൊക്കെ പറയുമ്പോൾ ഇതും കൂടി പറഞ്ഞുകൂടായിരുന്നു നിനക്ക്? നീ മനഃപൂർവ്വം സെന്റിമെന്റൽ ട്രാക്ക് പിടിക്കുന്നതാണെന്നുള്ള എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാവരും എന്നെ അവഗണിക്കുന്നത് എന്നും പറഞ്ഞാൽ അതിനൊന്ന് പിടിച്ച് പോകാൻ നോക്കല്ലേ മോളെ നീ. പിന്നെ നീ ഇപ്പം പറഞ്ഞല്ലോ ഉസ്താദുമാർ യൂട്യൂബിൽ മതപ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ചിത്രം വരയ്ക്കുന്നതിന് എന്താണ് പ്രശ്നം നോക്കി? അല്ല മോളെ, ഈ ഉസ്താദ്മാരുടെ മതപ്രഭാഷണവും നിന്റെ ചിത്രരചനയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. എന്തായാലും ആൾക്കാർ നിന്നെ വെറുത്ത് തുടങ്ങിയത് നീ ചിത്രം വരയ്ക്കുന്നതിനെ കൊണ്ടൊന്നല്ല, നീ തന്നെ ഇങ്ങനെ ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും വന്ന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ കൊണ്ടാണ്. എന്തായാലും ഒക്കെ പറയാനുള്ള ബാക്കി കേട്ടോക്കാം. ഏതായാലും നമ്മളെടുത്തൊരു വേർതിരിവ് എന്നോടും ഒരു 2 പൈതല്യങ്ങളോടും എന്തിനാന്നറിയില്ല. എല്ലാ വീട്ടിലേക്കും അവർ ചോറ് കൊടുക്കുന്നതാ. ഒരു പൊതി ചോറല്ലേ ഞങ്ങൾക്കും തന്നൂടെ? ഞങ്ങൾ മാത്രല്ലേ ഉള്ളൂ. പറഞ്ഞതിനെതിരെ സലീമ ദുബായിലാണ്. പിന്നെ ഈ ചെറിയ പിള്ളേരാടോ, 16ഉം 11 വയസ്സുള്ള 2 മക്കളാണുള്ളത്. എന്നെ നോക്കണ്ട, അവർക്കെങ്കിലും വേണ്ടിയിട്ട് കൊടുക്കാമായിരുന്നു. അല്ല, ഈ നമ്മുടെ പരിസരത്ത് 1-2 വീട്ടിൽ കൊണ്ടുവരുന്നതാ, അല്ലെ ഈ ഏരിയയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് മറ്റ് എന്താ പറയാ മതസ്ഥരടുത്ത് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ പെരുമാറുകയും മറ്റു മതസ്ഥരായിട്ട് സന്തോഷത്തോടെ പെരുമാറുകയും നബിദിനത്തിന് മുട്ടായി കൊടുക്കുന്നതും ഓണത്തിന് മാവേലി ഇതാക്കുന്നതും ഒക്കെ വേഷം കെട്ടുന്നതൊക്കെ മതസൗഹാർദ്ദമാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു മതസൗഹാർദ്ദമായിട്ട് കൂട്ടിയാൽ പോരെ എൻ്റെ ഒരു ജോലിയെയും. എല്ലാ വീട്ടിലും ഞാൻ പറഞ്ഞില്ലേ പെരുന്നാക്ക് ആക്കി കറുത്താലെല്ല പൊതുവെ എല്ലാ വീട്ടിലേക്കും മഹലിലുള്ള എല്ലാ വീട്ടിലേക്കും ഇറച്ചിയാണെങ്കിൽ കൊടുക്കുന്നതാണ്, അല്ലെ അരിയാണെങ്കിലും ഒക്കെ കൊടുക്കുന്നതാ. എന്നെ 2 മക്കളെയും മാത്രം മഹലേര് കാണുന്നില്ല. അപ്പൊ ഇന്ന് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രം തരാണ്ടിരുന്നപ്പോ ഒരു വിഷമം തോന്നി. ഒരു പിടി ചോറ് അത്രയല്ല. നമുക്കൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് വെക്കുന്നുണ്ടാവും. ഞങ്ങൾ ചിലപ്പോ ഇന്ന് ബിരിയാണി തന്നെ വെച്ചിട്ടുണ്ടാവും. എന്നാ പോലും നമുക്ക് പുറത്തുനിന്ന് ഈ മദ്രസയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു ഫീല്. നമുക്ക് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫീലാണത്. ശരി, ഇവൾക്ക് ഇപ്പൊ ആൾക്കാർക്ക് ഇടയിലുള്ള മതസൗഹാർദ്ദം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാതാക്കണം. ഇവളുടെ വീഡിയോ കാണുന്ന അന്യ മതസ്ഥർ വിചാരിക്കണം ഇവള് കൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചത് കൊണ്ടാണ് പള്ളിയിൽ നിന്ന് ഇവൾക്ക് ചോറ് കൊടുക്കാത്തത്. അങ്ങനെ അതും പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലടിക്കണം. അതുവഴി ഇവൾക്ക് സഹതാപവും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവള് പണ്ട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കിനി മതമില്ല, എന്നോട് ഇനി ആരും മതം ഏതാണെന്ന് ചോദിക്കരുതെന്നൊക്കെ. സോ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവൾക്ക് ഇനി പള്ളിയിൽ നിന്ന് ചോറും അമ്പലത്തിൽ നിന്ന് സദ്യയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് അപ്പവും ഒക്കെ ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് ഇവൾ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൽ ഉറച്ചു നിന്ന് ആ മതത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. അല്ലാതെ എനിക്ക് മതമില്ല എന്ന് പറഞ്ഞ് എല്ലാ മതത്തിലെയും ആനുകൂല്യങ്ങൾ കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല മോളെ. അതുപോലെ തന്നെ ഒട്ടുമിക്ക പള്ളിയിലും ഏത് മതസ്ഥർക്ക് പോയാലും ടോക്കൺ എടുത്ത് നബിദിന ചോറ് വാങ്ങിക്കാവുന്നതാണ്. പള്ളിയിൽ ബാക്കി വരുന്ന ഭക്ഷണം എന്തായാലും അത്രക്കാർക്ക് കൊടുക്കും. നിനക്ക് ആ ബൈക്കൊന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു? അല്ലാതെ പള്ളിയിൽ നിന്നുള്ള ചോറ് നിന്റെ വീട്ടിൽ തന്നെ എത്തിച്ച് നിനക്ക് ചോറ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല മോളെ. ഇവളുടെ കണ്ണീർ നാടകം കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരാണ്. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. ഒരു വിഷമം തോന്നി. നമ്മളെ മാത്രം മാറ്റി നിർത്തിയപ്പോൾ എവിടെയാ എല്ലാവരും മതസൗഹാർദ്ദം കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ നടത്തുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ നാട് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ സമയം തൊട്ടേ ഇവിടുത്തുകാർ അങ്ങനെ മതം പറഞ്ഞ് കളിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാവരും ചിലരെയൊക്കെ വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ അവരേത് മതസ്ഥനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന രീതിയിലുള്ള ആൾക്കാർ അങ്ങനത്തെ രീതിയിൽ തന്നെ പലരും നടക്കാറുള്ളത്. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഇന്ന മതസ്ഥരാണ്, അവരോട് മിണ്ടരുത്, അല്ലെ അവരിന്ന മതസ്ഥരാണ്, അവരോട് മിണ്ടണം എന്നുള്ള രീതിയിലൊന്നും ഇന്ന് വരെ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന സമയത്തൊന്നും ഞാൻ കാണാത്ത ഒരു സമ്പ്രദായമാണ് ഞാൻ ഈ ഇടയായിട്ട് കഴിഞ്ഞ വലിയ പെരുന്നാളിന് അതിന്റെ മുമ്പത്തെ നോമ്പിന് പെരുന്നാളിനൊക്കെ ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും എല്ലാവരും സാധനങ്ങൾ കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ മാത്രം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ.
ഞങ്ങളും മനുഷ്യഗണത്തിൽ തന്നെ പെട്ടതാണ്. ഞാൻ തലേന്നൊരു തട്ട മൂരി എന്ന് വെച്ചിട്ട് ഞാൻ ഒരു മനുഷ്യനല്ലാതെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തട്ട മൂരിയതാണ് വിഷയമെങ്കിൽ ഞാൻ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ടോ മതത്തെ കുറ്റം പറയാൻ വന്നിട്ടോ ഒന്നുമില്ല. ശരി, മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ അന്യമതസ്ഥരോട് പണ്ട് വേർതിരിവ് കാണിക്കാറില്ലായിരുന്നു, പക്ഷെ ഇപ്പം കാണിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ച് വെച്ചിട്ട് ഇപ്പം പറയുവാണ് ഞാൻ മതത്തെ കുറിച്ച് കുറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇവളുടെ ഈ വീഡിയോ ഏകദേശം 30 മിനിറ്റ് കൂടുതലുണ്ട്. അതിൽ മൊത്തം ഇങ്ങനെ മതത്തെ ഓരോ കാര്യത്തിലും വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒലക്കമൽ ഒരു ഡയലോഗും ഞാൻ മതത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിനക്ക് നബിദിനത്തിന് ചോറ് തരാത്തത്. എന്നാലും ബാക്കി വിട്ടുവെക്കാം. എന്റെ രണ്ട് കുഞ്ഞുങ്ങളെല്ലാം നോക്കിക്കൂടായിരുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഭർത്താവ് കമ്മ്യൂണിസ്റ്റായിരുന്നു. അപ്പൊ അവർ ഞങ്ങൾ വന്ന സമയത്ത് അവർ എന്താ പറയാ മറ്റു മതസ്ഥരായിട്ട് സംസാരിക്കുകയും മറ്റു മതസ്ഥരുടെ വീട്ടിൽ പോകും. എനിക്ക് അത് കല്യാണം കഴിച്ച സമയത്ത് ഒരു അത്ഭുതം പോലെ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്റെ നാട്ടിൽ നിന്ന് അങ്ങനെ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞോണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഓണത്തിനും വിഷുവിനൊക്കെ മറ്റു വീട്ടിൽ പോകുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കമായിട്ട് ഉണ്ട് തന്നെ പറയാം. എന്ന് വെച്ചാൽ അടുത്തൊന്നും ഒരുപാട് മറ്റു മതസ്ഥരില്ല. ഈ മലയാളം എന്താ പറയാ ഉസ്താദന്മാരെ കണ്ടിട്ടില്ലേ, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ ഓരോ കാര്യം പറയുമ്പോൾ ആ ഹിന്ദുക്കൾ എടുത്ത് വെച്ച് പറയും. അതേപോലെ ഞാൻ ഒരിക്കലും പറയുന്നില്ല മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ സോറിയല്ലോ മുസ്ലിങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതേപോലെ ഞാൻ പറയുന്നില്ല. ഞാൻ മറ്റു മതസ്ഥരിൽ തന്നെ എടുത്ത് വെച്ച് പറയാം. നമ്മുടെ സ്വന്തം മതത്തിൽ അല്ലെങ്കിൽ ബാക്കി എല്ലാവരും മറ്റു മതസ്ഥരായിട്ട്, അല്ലാതെ അങ്ങനെ പേരെടുത്ത് വെച്ചിട്ട് ഹിന്ദു മതസ്ഥരുന്നോ ക്രിസ്ത്യൻ മതസ്ഥരുന്നോ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ ചെറുതിലെ തൊട്ട് ഞാൻ അങ്ങനെ മറ്റു മതസ്ഥരുടെ വീട്ടിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചു ഞാൻ ചുരുക്കി കഴിച്ചുള്ളൂ കേട്ടോ. വിരലിലുണ്ടാവുന്ന പ്രാവശ്യം മാത്രമേ കഴിച്ചുള്ളൂ. ഞങ്ങളുടെ അവിടെ മറ്റൊരു മതസ്ഥരുടെ വിവാഹം ഉണ്ടാവുക വെച്ചാൽ അങ്ങോട്ട് ഈ അവർക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൽ എന്ന് വെച്ചാൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്കൊരു ചെറിയൊരു വിമർശമുള്ള അല്ലെ എന്താ പറയുക ഒരു അതുകൊണ്ട് മുസ്ലിംസിനെ ആയിരുന്നു അവിടെ കുക്കിങ്ങിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ നാട്ടിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുകൊള്ളാൻ ഞാൻ ഇവിടെ കൊയിലാണ്ടി കുറുങ്ങാട് എത്തിയ സമയത്ത് വളരെ അത്ഭുതത്തോടെ കൂടെ നോക്കി നിന്ന ഒരു നാടാണ്. എനിക്ക് ഞാൻ രംഗത്തേക്ക് ഇറങ്ങി ആദ്യമായിട്ട് എന്നെക്കുറിച്ച് ന്യൂസ് വന്ന സമയത്ത് ഒരു ഉസ്താദ് തന്നെ പറയാം, അവരുടെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ അടുത്ത് വെച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അവളിങ്ങനെ വരയ്ക്കാൻ പാടുണ്ടോ, അത് ശരിയല്ലല്ലോ, അവളെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കി കൂടെ എന്നുള്ള രീതിയിലൊക്കെ അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പം എല്ലാം കേട്ട് നിന്ന് എൻ്റെ ഹസ്ബൻഡ് ഒന്നും തിരിച്ചു പറഞ്ഞില്ല, എല്ലാം കേട്ട് നിന്നു. എല്ലാം കഴിഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ സമയത്ത് ഉസ്താദിനോട് തിരിച്ചു ചോദിച്ചു, ഉസ്താദെ ഒരു 500 രൂപ ഉണ്ടോ കയ്യിലെടുക്കാൻ? അള്ളോൻ്റെ മോനെ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തേക്ക് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇതാണ് ഉസ്താദെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ അവളൊരു ജോലിയാണ് ചെയ്യുന്നത്, ആ ജോലിയായിട്ട് അവൾ മുന്നോട്ട് പോകുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നിന്നിട്ടുള്ളൊരു നാട്ടിൽ നിന്ന് നമ്മുടെ വീടിനെ മാത്രം ഒഴിവാക്കി എന്നെ രണ്ട് മക്കളെയും മാത്രം ഒഴിവാക്കി ഞാൻ ഭയങ്കര വിഷമായി പോയി കേട്ടോ. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരാൾ ചെയ്യുന്ന ജോലി കൊണ്ട് അയാൾ ഒരിക്കലും വേർതിരിച്ച് കാണാൻ പാടില്ല. ജോലി എന്തോ ആയിക്കോട്ടെ, അയാൾ അയാളുടെ മതത്തിലെ കാര്യങ്ങൾ നിർവഹിച്ച് പോകുന്ന ഒരാളാണ് എങ്കിൽ പിന്നെ വെറുതെ അതിനെ എതിർക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചേ പറ്റുള്ളൂ. നമ്മളൊരു ജോലി ചെയ്തത് കാരണം നമ്മുടെ മതത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളെ പൈ ചാരുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ ജസ്റ്റിന്റെ കേസിൽ ക്രിസ്ത്യൻ ഭഗവാന്റെ ചിത്രം വരയ്ക്കുന്നുണ്ടെന്ന് അറിഞ്ഞൊരു ഉസ്താദ് വിമർശിച്ചപ്പോൾ ജസ്റ്റിന്റെ ഭർത്താവ് കൊടുത്തത് ഒരു അടിപൊളി മറുപടി തന്നെയാണ്, അത് അർഹിക്കുന്ന മറുപടി തന്നെയാണ്. പക്ഷെ ഇവിടെ റിയൽ ആയിട്ടുള്ള പ്രശ്നം അതൊന്നുമല്ലല്ലോ. കൃഷ്ണ ഭഗവാന് ചിത്രം വരയ്ക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അമ്പലത്തിൽ നിഷിദ്ധമായ ഇടത്തൊക്കെ ഇവള് കയറുകയും അവിടെ വെച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇവള് ചെയ്തു എന്നുള്ളതാണ്. അവിടുന്നാണ് ഇവളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് മോളെ, നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്റെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ നിന്നെ ഉപേക്ഷിച്ചതിൽ യാതൊരു കുറ്റം പറയാൻ പറ്റൂല. എന്തായാലും ജസ്റ്റിനയുടെ മകന് ജന്മദിനം കൂടി ആയിരുന്നു കേട്ടോ നബിദിനത്തിന്റെ സമയത്ത്. അതിനെ കുറിച്ചുകൊണ്ട് ജസ്റ്റിന പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും കൂടി കേട്ടേച്ച് നിർത്താം. എന്റെ മകന്റെ ജന്മദിനവും കൂടിയാണ് ഇന്ന്. ഒരു പായസം വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്തോ മാനസികമായിട്ട് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. കാരണം ഞങ്ങള് ഉച്ചയൊക്കെയായപ്പോൾ എല്ലാവരും ഇങ്ങനെ റീല് പോസ്റ്റ് ചെയ്യാണല്ലോ. അപ്പം ഞങ്ങളും 1-2 റീൽ എടുക്കാൻ വേണ്ടിയിട്ട് റോഡുമ്പിൽ പോകുന്ന സമയത്തായിരുന്നു ഈ പറഞ്ഞത് പോണം പള്ളിയിൽ നിന്ന് ചോറ് കൊണ്ടുപോകുന്നത് കണ്ടത്. ഓരോരുത്തർ കേട്ടോ, അല്ലാണ്ട് പള്ളിക്കാർ കൊണ്ടു കൊടുക്കുന്നതല്ല കേട്ടോ, ഓരോരുത്തരുടെ മഹലിലുള്ളവരും ചോറ് മേടിച്ച് പോകുന്നത് കണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഞങ്ങളെ മാത്രം മാറ്റി നിർത്തിയത് എന്തിന്? ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന കാണിച്ചൂടായിരുന്നു? അത്രയല്ലേ ചോദിക്കുന്നുള്ളൂ. ഒരു പിടി അന്നം കൊടുക്കുന്നതിന് മതം നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അവർ നേരെ മറിച്ച് വേറെ ആരെങ്കിലും അവരുടെ മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ അവർ സന്തോഷത്തോടെ എന്താ പറയാ ആഹ്ലാദത്തോടെ കൊടുക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം മാറ്റി നിർത്തി? ഒരു ഏരിയയിൽ ഒരു കുടുംബത്തെ മാത്രം മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും, ഓണം പിന്നെ നമ്മൾ കൂട്ടണം, ഓക്കെ, നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ അല്ലാന്ന് വെക്കാം. പക്ഷേ നോമ്പാണെങ്കിലും പെരുന്നാളാണെങ്കിലും നബിദിനാണെങ്കിലും ഒക്കെ ഈ ഏരിയയിൽ നമ്മളെ മാത്രം മാറ്റി നിർത്തുക.
പാവം ആ ചെക്കന് ജന്മദിനത്തിന് ഒരു പായസം പോലും വെക്കാതെ പള്ളിയിലെ ചോറ് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ജസ്ന തന്നെ പറയുന്നുണ്ട് പള്ളി കമ്മിറ്റിക്കാർ ചോറ് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതല്ല, മറിച്ച് വേണ്ടവർ പള്ളിയിൽ പോയി വാങ്ങിക്കലാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ജസ്നയ്ക്ക് സ്വന്തം മകനെ പള്ളിയിലേക്ക് അയക്കാമായിരുന്നല്ലോ. ഉറപ്പായിട്ടും ഒരു പൊതി ചോറ് പള്ളി കമ്മിറ്റിക്കാർ ജസ്നയുടെ മകന്റെ കയ്യിൽ കൊടുത്തയക്കുമായിരുന്നു. എന്തുകൊണ്ട് ജസ്ന അത് ചെയ്തില്ല? പള്ളി കമ്മിറ്റിക്കാർ എന്താ വീട്ടിൽ ചോറ് കൊണ്ടുപോയി തരുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണോ ജസ്ന? നിനക്ക് വേണ്ടി മാത്രമായിട്ട് പള്ളി കമ്മിറ്റിക്കാർ അങ്ങനെ ചെയ്യാം. ഇപ്പം കാത്തിരുന്ന കേട്ടോ. എന്തായാലും ഇനിയിപ്പോ ജസ്നയുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും അമ്പലത്തിൽ ഒരു ഉത്സവം ഉണ്ടാവുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ജസ്ന വരുന്നത് കാണാം. എനിക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കരച്ചിൽ കാണാം നമുക്ക്. ഇവൾക്ക് തന്നെയാണ് പരിപാടി എന്ന് തോന്നുന്നു. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.